സ്ത്രീയുടെയും പുരുഷൻ്റെയും സൗന്ദര്യ സങ്കല്പങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് മുടിക്കുള്ളത്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വേഗം വളരുന്ന കോശസമൂഹങ്ങളിലൊന്നാണ് മുടി. നേരിയ ക്ഷതങ്ങളിൽ നിന്ന് തലയെ സംരക്ഷിക്കാനും സൂര്യതാപവും അൾട്രാവയലറ്റ് രശ്മികളും നേരിട്ട് തലയിൽ പതിക്കാതിരിക്കാനും തലമുടി സഹായിക്കുന്നു. മുടിയുടെ അഴകിനും ആരോഗ്യത്തിനും അവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. മുടി പരിചരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1. മുടിയിൽ എണ്ണ ആവശ്യത്തിനു മാത്രം ഉപയോഗിക്കുക. ഒരു മോയ്സ്ചറൈസിംഗ് ഇഫക്റ്റാണ് എണ്ണയ്ക്കുള്ളത്. നനഞ്ഞ മുടി അധികം തുവർത്തുകയോ ഡ്രയർ ഉപയോഗിച്ചുണക്കുകയോ ചെയ്യരുത്. മുടിയും തോർത്തും ചേർത്ത് കെട്ടിവച്ച് ഉണക്കാം. മുടി നനയുമ്പോൾ ഇലാസ്തികത കൂടുന്നതിനാൽ ചീകുമ്പോൾ കൂടുതൽ വലിയാനും പൊട്ടിപ്പോകാനുമുള്ള സാധ്യതയേറുന്നു. വേഗത്തിൽ ബ്രഷ് ചെയ്യുന്നത് മുടിക്ക് ദോഷം ചെയ്യും. അകന്ന പല്ലുകളുള്ള ചീപ്പ് കൊണ്ട് വളരെ സാവധാനം ബ്രഷ് ചെയ്യണം. ഓയിൽ മസാജിംഗ് തലയോട്ടിയിലെ രക്തയോട്ടം ത്വരിതപ്പെടുത്തുന്നു. ബ്ലീച്ചിങ്, കളറിംഗ്, പെർമിംഗ് അഥവാ മുടി ചുരട്ടൽ എന്നിങ്ങനെയുള്ള കെമിക്കൽ പ്രയോഗങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഹെന്ന ഒരു നല്ല കണ്ടീഷണറാണ്. മുടിക്ക് കട്ടി തോന്നിക്കുവാൻ ഇത് സഹായിക്കുന്നു. തേയിലയിട്ട് തിളപ്പിച്ച വെള്ളം തണുപ്പിച്ച ശേഷം അതുകൊണ്ട് മുടി കഴുകിയാൽ തലമുടിക്ക് തിളക്കവും ഭംഗിയും ലഭിക്കുന്നു. പ്രോട്ടീനുകളും മിനറലുകളും അടങ്ങിയ ഭക്ഷണം, ഉദാഹരണത്തിന് മുട്ട, പാൽ, മുരിങ്ങക്കായ്, കടല, സോയാബീൻ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. നാരങ്ങാനീര് വളരെ ഫലപ്രദമായ ഒരു ക്ലെൻസിംഗ് ഏജന്റാണ്. ആഴ്ചയിലൊരിക്കൽ ഇതുപയോഗിച്ച് മുടി കഴുകിയാൽ മുടിക്ക് സ്നിഗ്ധതയും മനോഹാരിതയും കൈവരുന്നു. ഷാംപൂ ഉപയോഗിച്ച് മുടി കഴുകുന്നതിനു മുമ്പ് വെളിച്ചെണ്ണ തലയിൽ നന്നായി തേച്ചു പിടിപ്പിക്കണം. പിളർന്ന മുടിത്തുമ്പുകൾ ട്രിം ചെയ്ത് ഒപ്പമാക്കണം. നാരിൻ്റെ കടവരെ മുടി പിളരാതിരിക്കാനാണിത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി തലയോട്ടിയിൽ വിരൽത്തുമ്പുകൾ കൊണ്ട് 10 മിനിറ്റ് മസാജ് ചെയ്യുക. തലയോട്ടിയിൽ രക്തയോട്ടം വർദ്ധിക്കാൻ ഇത് നല്ലതാണ്. രാത്രി ഉറങ്ങുമ്പോൾ മുടിത്തുമ്പ് മൃദുവായ തുണി കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. ഷാംപൂ ഇട്ട് മുടി കഴുകിയതിനു ശേഷം 4 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ തേൻ ചേർത്ത് മുടി കഴുകുക. മുടിക്ക് തിളക്കവും ഭംഗിയും കിട്ടാൻ ഇത് സഹായിക്കും. മുടിയുടെ ആരോഗ്യത്തിന് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ വേണ്ടത്ര മാംസ്യം അഥവാ പ്രോട്ടീൻ ഉണ്ടായിരിക്കണം. മുടിയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഘടകമാണ് മാംസ്യം അഥവാ പ്രോട്ടീൻ. തവിടു കളയാത്ത അരി, മുട്ട, മാംസം, പാൽ, തൈര്, വെണ്ണ, പഴങ്ങൾ, ഇലക്കറികൾ ഇവയെല്ലാം മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷണ പദാർത്ഥങ്ങളാണ്. വിപണിയിൽ ലഭിക്കുന്ന മിക്ക ഹെയർ ഡൈകളിലും തലമുടിക്ക് ഹാനികരമായ പല രാസവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു. മൈലാഞ്ചി ഉപയോഗിച്ച് ഡൈ ചെയ്യുന്നതാണ് നല്ലത്. ആഹാരത്തിൽ മുളക്, ഉപ്പ്, പുളി എന്നിവയുടെ അമിതമായ ഉപയോഗം മുടിയുടെ ബലക്കുറവിന് കാരണമാകും. കൂടുതൽ കൊഴുപ്പടങ്ങിയ ആഹാരങ്ങളും എണ്ണയിലോ നെയ്യിലോ വറുത്തതോ ആയ ആഹാര സാധനങ്ങളും ദഹനേന്ദ്രിയ വ്യവസ്ഥയെ താറുമാറാക്കുകയും അതുവഴി മുടി കൊഴിച്ചിലിന് ഇടയാക്കുകയും ചെയ്യും. അമിത ചിന്തകളും മാനസിക പിരിമുറുക്കവും മസ്തിഷ്ക താപത്തെ വർദ്ധിപ്പിക്കുന്നതിനാൽ മുടിയുടെ ദൃഢത കുറയാനിടയുണ്ട്. കുളിക്കുവാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ക്ലോറിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിൽ മുടിയുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. തേങ്ങാപ്പാൽ തലയിൽ തേച്ചു കുളിക്കുന്നത് അമിതമായ ചൂട് കൊണ്ട് മുടി കൊഴിയുന്നത് തടയുവാൻ സഹായിക്കും. വേനൽക്കാലത്ത് ദിവസവും 2 തവണയെങ്കിലും മുടി കഴുകണം. മുടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ പോഷക ഘടകമാണ്
ഇരുമ്പ്, ചീര, മുരിങ്ങയില തുടങ്ങിയ ഇലക്കറികൾ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. ക്യാരറ്റ്, തണ്ണിമത്തൻ, ബീറ്റ്റൂട്ട് തുടങ്ങിയ ചുവന്ന നിറമുള്ള പഴങ്ങളിലും പച്ചക്കറികളിലും വൈറ്റമിൻ ബി ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇവ നിത്യാഹാരത്തിൽ ഉൾപ്പെടുത്തുക. പുകവലി, സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികൾ, ഹെയർ ഡ്രയറിൻ്റെ സ്ഥിരമായ ഉപയോഗം എന്നിവ മുടിയെ ദോഷകരമായി ബാധിക്കുന്നു. വരണ്ട മുടിയുള്ളവർ കണ്ടീഷണർ അടങ്ങിയ 7-ൽ താഴെ pH ലെവലുള്ള ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകണം. ഇടയ്ക്കിടെ മുടി ചീകുന്നതും എണ്ണ തേച്ച് കൈകൊണ്ട് മസാജ് ചെയ്യുന്നതും സെബേഷ്യസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂട്ടി കൂടുതൽ എണ്ണമയം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു.